ഓക്കെ, അതായത് അക്യൂട്ട് ട്രയാങ്കിൾ വേറെ, അക്യൂട്ട് ആംഗിൾ വേറെ. ഇപ്പൊ ഇത്രയും മനസ്സിലായി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ ആംഗിൾ 90 ആണ്. ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു, അതിന് ABC എന്ന് പേരിടാൻ പറഞ്ഞു. അതിനുശേഷം ബി എന്ന് പറയുന്നത് എന്താ? 90 ചെറുതാണെന്ന് പറഞ്ഞു. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് എന്താ? ഒരാംഗിൾ 90 അത് ഏതാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരെണ്ണം ബി എന്ന് പറയുന്നത് ചെറുതാന്നും പറഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് tan B 1/2 ആണെന്ന്. ടാനിന്റെ ഇക്വേഷൻ എന്താ? O/A. അപ്പൊ tan B 1/2 ആന്ന് പറഞ്ഞു കഴിഞ്ഞാ ടാനിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എത്രയായിരിക്കും? ഇതല്ലേ മോളി കിടക്കുന്നതല്ലേ അപ്പൊ ഇതെന്താ? 1 അല്ലേ? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ tan B = O/A. ബിന്റെ ഓപ്പോസിറ്റ് ഏതാ? AC. അപ്പൊ ACയുടെ വാല്യൂ ആണ് ഈ മോളി കിടക്കുക, O/A. അപ്പൊ O1 മനസ്സിലായ? ഹലോ, മനസ്സിലായോ? ഹലോ, ആരുമില്ലേ? മനസ്സിലായോ എങ്ങനെയാ ഈ AC എങ്ങനെയാ 1 ആയെന്ന്? മനസ്സിലായില്ലേ മിസ്സേ? tan B എന്ന് പറഞ്ഞ എന്താ? ഇക്വേഷൻ എന്താ? 1/2 അല്ല, ഇക്വേഷൻ എന്താ? അത് തന്ന വാല്യൂ O/A. O/A. H അല്ല കേട്ടോ, സോറി, O/A. അപ്പൊ O എന്ന് പറഞ്ഞ എന്താ? ഓപ്പോസിറ്റ് സൈഡ്. ടാൻ എന്താന്നാ പറഞ്ഞ? tan B, അതായത് B. ഇതിന്റെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ ഇതിന്റെ അഡ്ജസന്റും തമ്മിലുള്ളതാണ് ടാൻ എന്ന് പറയുന്ന റിലേഷൻ. അപ്പൊ ടാനിന്റെ ഓപ്പോസിറ്റ് tan = 1/2 ആണെങ്കിൽ അപ്പൊ തന്നെ ഇങ്ങനെ എഴുതാ, tan B = 1/2, അതുപോലെ O/A എന്ന് ഇങ്ങനെ എഴുതുക അതിന്റെ അടുത്ത്. അപ്പൊ O എന്ന് പറഞ്ഞ എന്താ? 1, A എന്ന് പറഞ്ഞ 2. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അതായത് ബിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, ഈ സൈഡ് എന്തായി? 1 ആയി. അതുപോലെ ബിന്റെ അഡ്ജസന്റ് ബിന്റെ അഡ്ജസന്റ് എന്ന് പറയുന്നത് എന്തായി? 2 ആയി. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്താ? 1, അഡ്ജസന്റ് സൈഡ് 2. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഇങ്ങനെയാണ്. ഇതേ കണ്ട, ഇങ്ങനെ. അതായത് അതിനെ ഇങ്ങനെ ഈക്വൽ ആക്കി എഴുതി. ഇത് ചോദ്യത്തിൽ തന്ന കാര്യമാണ്. ഇനി നമ്മളോട് പറഞ്ഞത് സൈൻ ബിയും കോസ് ബിയും കാണാനാ പറഞ്ഞത്. ആദ്യം തൊട്ടെല്ലാം പറയണോ? ഹലോ, പറഞ്ഞോ. ഓക്കെ. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? ആദ്യത്തെ ഹിന്റ് ആണ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ അതിനടിയിൽ വരയ്ക്കാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോ ആദ്യത്തെ ഹിന്റ് ആണ് റൈറ്റ് ട്രയാങ്കിൾ. അതിന്റെ അർത്ഥം ഒരു ആംഗിള് 90 ഉള്ള ട്രയാങ്കിളിനെയാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അടുത്ത ഹിന്റ് റൈറ്റ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ പേരാണ് ABC. അത് മാത്രല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്, അതായത് 90 കുറവാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്താ? ബി ചെറുതിൽ എഴുതണം, 90 പോയി എഴുതരുത്. അപ്പൊ ബി ചെറുതിൽ എഴുതി, നമ്മൾ 90 എഴുതി, കാരണം പിന്നെ വേറെ ഒന്നും പറയണില്ല, വേറെ കഥയൊന്നും പറയണില്ല. അടുത്തത് സി എന്നുള്ളതും എഴുതി, കാരണം വേറെ കഥയൊന്നും പറയണില്ല. ബി അവർക്ക് ഇത്രയുള്ള ബി മാത്രം നിങ്ങൾ കറക്റ്റ് ഒരു അക്യൂട്ട്, അതായത് 90 കുറഞ്ഞൊരു സ്ഥലത്ത് എഴുതി വെക്കണം. ഇനി അടുത്തത് അവർ തന്ന ഹിന്റ് ആണ് ടാൻ ബി എന്ന് പറയുന്നത് 1/2 ആന്നുള്ളത്.
അപ്പൊ ടാൻ ബി എന്ന് പറയുന്നത് 1/2 ആണ്. ടാനിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇതാണ് ടാനിന്റെ ഇക്വേഷൻ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്, അത് ആദ്യം തന്നെ എഴുതി. എന്നിട്ട് അത് ഈസ് ഈക്വൽ ടു 1/2 എന്ന് എഴുതി. എന്നിട്ട് ഈ ബൈ ഇല്ലേ, ഈ ബൈ ഇവിടെയും ഉണ്ട്, എവിടെ, പിന്നെ ഇവിടെയും ഉണ്ട്. അപ്പൊ ഈ ബൈന്റെ മുകളിലുള്ള സാധനങ്ങൾ ഒരുമിച്ച് എഴുതി. അതുപോലെ തന്നെ ഈ ബൈന്റെ സാധനങ്ങളുള്ളത് സമ്മ ഇട്ടിട്ട് താഴെ എഴുതി. ഓക്കെ ആണോ? ഞാൻ പറയാം. ആദ്യം എന്ത് ചെയ്തു? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുള്ളത്. ഇപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ട്രയാങ്കിളുടെ പേര് കിട്ടി, റൈറ്റ് ട്രയാങ്കിൾ ആന്ന് കിട്ടി, 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ ആന്ന് കിട്ടി. രണ്ട് കാര്യം കിട്ടി. ഇനി അതിനുശേഷം മൂന്നാമത്തെ കാര്യം പറയുന്നത് ബി അക്യൂട്ട് ആംഗിൾ ആന്ന് പറഞ്ഞു. അതായത് ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാൾ കുറഞ്ഞൊരു ആംഗിൾ ആന്ന് പറഞ്ഞു. അപ്പൊ ബി എന്ന് പറയുന്നത് ഏതാ? 90 ഡിഗ്രിനേക്കാളും കുറഞ്ഞൊരു ആംഗിൾ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇതെന്തായാലും 90 ഡിഗ്രി എന്നാന്ന് അറിയാം. ബാക്കി രണ്ടും എന്തായിരിക്കും? 90 ഡിഗ്രിനേക്കാളും ചെറുതായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. ഒരു ത്രികോണത്തിൽ ഒരിക്കലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി ആംഗിൾ, രണ്ട് ആംഗിളും 90 ഡിഗ്രിനേക്കാളും കൂടില്ല. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും ബി മാർക്ക് ചെയ്യാം. മുകളിൽ വേണമെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ ഇവിടെ ബി മാർക്ക് ചെയ്തിട്ട് ഇവിടെ സി മാർക്ക് ചെയ്യാം. അതിലൊന്നൊരു പ്രശ്നമില്ല. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു? താഴെ മാർക്ക് ചെയ്തു ബി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബി എന്ന് പറയുന്നതാണ് 90 ഡിഗ്രിനേക്കാളും ചെറുത്. ഈ 90 ഡിഗ്രി എന്നുള്ളത് വേണമെങ്കിൽ എ എന്ന് മാർക്ക് ചെയ്യാം, സി എന്ന് മാർക്ക് ചെയ്യാം, അത് പ്രശ്നമില്ല. ഇനി അടുത്ത ഹിന്റ് ആണ്, ടാൻ ബി എന്ന് പറയുന്നത് 1/2 ആന്ന് തന്നു. അപ്പൊ എന്ത് ചെയ്യാ? ഒന്നുമില്ല, ടാൻ ബിയുടെ ഇക്വേഷൻ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതാം. ടാൻ ബിയുടെ ഇക്വേഷൻ എഴുതി. ടാൻ ബിയുടെ ഇക്വേഷൻ എഴുതിയിട്ട് ഈ തന്ന വാല്യൂ ടാൻ ബി ഇസിക്കൽ ടു 1/2 ആന്നുള്ളത് ടാൻ ബി എന്ന് എഴുതി. ഇപ്പുറത്ത് ആ വാല്യൂ എഴുതി. നടുക്ക് എന്ത് ചെയ്തു? നമുക്ക് അറിയണ ഇക്വേഷനും അങ്ങ് എഴുതി വെച്ചു. ഓക്കെ. ആ എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബൈ ഇല്ലേ, ബൈ അങ്ങ് എടുത്തു. ഇവിടെ ഒരു ബൈ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബൈ ഉണ്ട്. അല്ലേ? ഹലോ, ആരെങ്കിലും ഒരാള്? ആ എന്നിട്ട് എന്ത് ചെയ്തു? ആ ബൈയുടെ മുകളിൽ കിടക്കുന്ന സാധനങ്ങൾ ഒരുമിച്ച് അങ്ങ് എഴുതി. ഈ സമ ഇട്ടിട്ട് ഓപ്പോസിറ്റ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ ഉണ്ടല്ലോ ഈക്വൽ ടു എന്നുള്ള ഇത്. അത് കഴിഞ്ഞ് താഴത്തെ സാധനം അഡ്ജസെന്റ് ഇസ് ഈക്വൽ ടു 2. രണ്ടും ബൈന്റെ അടിയിലാണല്ലോ കിടക്കണേ. ഇങ്ങനെയല്ലേ കിടക്കണേ? മനസ്സിലാവണില്ലേ? മനസ്സിലായി. 2. ആ ഇങ്ങനെയാണ് സാധനം കിടക്കണേ. എച്ച്, അതുപോലെ തന്നെ സോറി ട്ടോ, എച്ച് അല്ല എ, പിന്നെ ഞാൻ തെറ്റിക്കുന്നുണ്ട്. ഇവിടെ 2. അയ്യോ സമം. മനസ്സിലായോ? ഞാൻ എഴുതണോ? O by A സമം 1/2 അല്ലേ? ആ അപ്പൊ ഓ എന്താക്കി എഴുതി? 1 എന്ന് എഴുതി. കാരണം മുകളിലാണല്ലോ ഓയും 1ഉം. 1/2. ആ ദേ ഇത് കണ്ടോ? ഇതില് നോക്ക്. കണ്ട, ഇത്രയും സാധനങ്ങൾ അങ്ങ് തരം തിരിച്ചങ്ങോട്ട് എഴുതി. മനസ്സിലായില്ലേ? ആ അതിന്റെ അർത്ഥം എന്താ? ഈ ബിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്, അതെ ബി, ഇത് ബിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എത്രയാന്നാണ് അതിന്റെ അർത്ഥം? 1. ബിന്റെ അഡ്ജസെന്റ്, അതായത് ബിന്റെ എ എന്ന് പറഞ്ഞ അഡ്ജസെന്റ്, അത് മറക്കരുത്. വെറും എ അല്ല, എ എന്ന് പറഞ്ഞ അഡ്ജസെന്റ് ആണ് ഇക്വേഷനിൽ മാത്രം. അത് 2. അപ്പോ ഇതൊന്നും ഇത് 2 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാലോ. എന്ത് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാം. ആ പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്ത് ചെയ്യാ? 2² + 1² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇത് കിട്ടും. 2² + 1² എന്ന് പറയുമ്പോൾ 5² കിട്ടും. അതായത് 2² എന്ന് പറഞ്ഞാൽ 4, 1² എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 5, 5² എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5² ആണ് കിട്ടുക. അപ്പൊ എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. 5² റൂട്ട് അല്ല, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 5² അല്ല കേട്ടോ, 5. ഇത് ടെക്സ്റ്റിലെ മിസ്റ്റേക്കാ. 2² അത് ആ ടെക്സ്റ്റിൽ അവിടെ വെട്ടിക്കോട്ടാ.
2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 5 ആണ്, അല്ലാണ്ട് 5 സ്ക്വയർ അല്ല. ഓക്കെ, ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. അഞ്ചാക്കത്. ആ അത് വെട്ടിയിട്ടുണ്ട് വെട്ടിയിട്ടുണ്ട്. അപ്പൊ 5 ആണ്. എന്നിട്ട് ആ കിട്ടിയ 5-ന് എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കാൻ മറന്നു പോരുത് കേട്ടോ. അവസാനം 5 തന്നെ എഴുതി വെക്കരുത്, റൂട്ട് എടുക്കണം. ശരിക്കും ഇവിടെ റൂട്ട് ഇട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ അവസാനം മറക്കാണ്ട് ഇങ്ങനെ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഹൈപ്പോട്ടനേസ് കിട്ടി. ഇനി നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം, കാരണം 3 സൈഡും കിട്ടി. ഇത് നമുക്ക് √5 കിട്ടി. √5 വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച്, കാൽക്കുലേറ്ററിൽ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ √5 തന്നെ ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഇപ്പൊ √5 ഇട്ടിട്ട് ഇപ്പൊ നമുക്ക് എല്ലാം കിട്ടി. ഓപ്പോസിറ്റും എല്ലാ സൈഡും കിട്ടി. ഇനി നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. സൈന് വേണമെങ്കിൽ, കോസ് വേണമെങ്കിൽ, ടാന് വേണമെങ്കിൽ, കോട്ടോ കൊസീക്കോ അതുപോലെ കൊസീക്കോ സീക്കോ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ അടുത്ത് ഇത്രയും നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിച്ച സാധനങ്ങളാ. ഇനി ക്വസ്റ്റ്യൻ ശരിക്കും എന്താ? സൈനെ കോസ് ബി, അതായത് സൈനെ കഴിഞ്ഞിട്ട് കോമ ഉണ്ട്, സൈനെ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കോസ് ബി കണ്ടുപിടിക്കണം. സൈനെ കോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇക്വേഷൻ ആയി മാറും. കോമ ശ്രദ്ധിക്കണം, കോമ ഉണ്ട്, സൈൻ ബി കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ കോസ് ബി കണ്ടുപിടിക്കുക. അപ്പൊ സൈനിന്റെ ഇക്വേഷൻ പറഞ്ഞോ എന്താ? O/H. O/H. ഏതിന്റെ കണ്ടുപിടിക്കണ്ടേ? സൈൻ ഏതിന്റെ കണ്ടുപിടിക്കണ്ടേ? ഏത് Sin B. ആംഗിളിന്റെയാ? ഏത് ആംഗിളിന്റെയാ? സൈൻ ബി. സൈൻ ബി ആംഗിളിന്റെ സൈൻ ആണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ബിന്റെ ഓപ്പോസിറ്റ് ഏതാ വാല്യൂ കിടക്കണേ? ഒന്ന് പറഞ്ഞേ. 1. ബിന്റെ ഹൈപ്പോട്ടനേസ് ഏതാ? ഹൈപ്പോട്ടനേസ് എല്ലായ്പ്പോഴും സെയിമാ. ഏതാ? 5. 5 അല്ല, √5. ഓക്കെ, വെറും 5 അല്ല, √5. അപ്പൊ സൈൻ ബി എന്ന് പറയുന്നത് എന്തായി? 1/√5. ഓക്കെ ഓക്കെ അല്ലേ? സൈൻ ബി കണ്ടുപിടിച്ചത് ഓക്കെ അല്ലേ? ഇനി കോസ്, അതുപോലെ തന്നെ കോസ് തീറ്റ എന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ കോസ് തീറ്റ അല്ല കേട്ടോ, അതൊന്ന് മാറ്റി എഴുതണേ. ബി ആണേ, അവിടെ ബി ആട്ടോ, അത് ഇവിടെയും ബി ആ. ഇത് സ്മോൾ ലെറ്റർ എഴുതിയതുകൊണ്ട് പിന്നെ ഞാൻ അത്ര കാര്യമാക്കിയില്ല, പക്ഷെ ബി തന്നെ എഴുതിക്കോ. ഇത് ഇവിടെ ഇപ്പൊ 2 സ്ഥലത്തായി മിസ്റ്റേക്ക് വരണേ. ബി ആക്കിയോ? ആക്കി. അതായത് ബിന്റെ അഡ്ജസന്റ് ഏതാ? ബിന്റെ കോസിന്റെ ഇക്വേഷൻ എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനേസ്. ബിന്റെ അഡ്ജസന്റ് ഏതാ? 2. ബിന്റെ ഹൈപ്പോട്ടനേസ് ഏതാ? √5. അപ്പൊ 2/√5. ഇത്രയും മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? എങ്ങനെയാ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ എങ്ങനെയാ ആൻസർ ചെയ്യണ്ടേന്നൊക്കെ മനസ്സിലായില്ലേ? ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്നെടുത്ത 2 പ്രോബ്ലം ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? ഇനി പഠിച്ചാ പോരെ? ഓക്കെ. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ.